മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വെയ്റ്റ് ഗെയിൻ ചലഞ്ച് ഡേ 4 ആണ്. ഞാൻ ഇതിൽ ഡേ 3 എന്നും പറഞ്ഞിട്ടാണ് പറയുന്നത്. ആക്ച്വലി അത് എൻ്റെ അടുത്ത് മറന്നു പോയതാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇന്ന് 3-ാമത്തെ ദിവസമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോയത്. ശരിക്കും ഇന്ന് 4-ാമത്തെ ദിവസമായി. അപ്പം നിങ്ങളെല്ലാവരും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചെറുതായിട്ടൊരു അബദ്ധമല്ല, നമ്മുടെ പഴം വാങ്ങിക്കാൻ മറന്നുപോയി. ഇന്നലെ സംഭവം തീർന്നിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിക്കാൻ ചെറുതായിട്ടൊന്ന് മറന്നു. അതുകൊണ്ട് ഇന്ന് നമുക്ക് രാവിലെ പഴവും മുട്ടയില്ല, ഡയറക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പക്ഷെ നിങ്ങൾ എന്തായാലും മറക്കാൻ പാടില്ല കേട്ടോ. എനിക്ക് പിന്നെ അധികം ഒരു വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്നൊന്നുമില്ല. ചെറുതായിട്ട് എന്തെങ്കിലും കൂടുന്നുണ്ടെങ്കിൽ കൂടിക്കോട്ടെ, അതിൽ പ്രശ്നമില്ല. പക്ഷെ അധികം ആവണമെന്ന് എനിക്കില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നിങ്ങളെന്തായാലും ഇത് വിട്ട് കളയരുത്. രാവിലെ എണീറ്റ് ആ ഒരു സമയത്ത് മുട്ടയും പഴവും എന്തായാലും കഴിക്കണം. അപ്പോൾ പിന്നെ ഞാൻ നമ്മുടെ ഈ വെയ്റ്റ് ഗെയിൻ ചലഞ്ചിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ടൈം ഒന്ന് മെൻഷൻ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഇന്ന് അതെല്ലാം സെറ്റാക്കിയിട്ട് എടുക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇന്നിനി വേണ്ട, നമുക്ക് നാളെ അത് ടൈമൊക്കെ വെച്ചിട്ട് നാളെ തുടങ്ങാം. കാരണം ഇന്ന് ഒന്ന് സ്കിപ്പായിപ്പോയല്ലോ, അതുകൊണ്ട് നമുക്ക് അത് നാളെ ഞാൻ ചെയ്യാം. പിന്നെ ഡെയിലി ഇങ്ങനെ ഈ ലോങ് വീഡിയോ ഇടണോ എന്നുള്ളൊരു കാര്യം അതൊന്ന് പറയണേ. കാരണം ഡെയിലി ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ബോറാവില്ലേ, അതാണ് ഞാൻ ഇടയ്ക്ക് ഷോർട്സ് ആക്കിയിട്ട് ഇടുന്നത്. പിന്നെന്താ, പിന്നെ എക്സസൈസ് നിങ്ങളൊക്കെ എന്തായാലും ചെയ്യണം. ഞാൻ ചെയ്യാണ്ടിരിക്കുന്നത് നോക്കണ്ട. ഇനിയിപ്പോൾ ഞാൻ ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് അതും അങ്ങ് തുടങ്ങാം. പിന്നെ നമുക്ക് ഓരോരോ പുതിയ ഫുഡൊക്കെ ചിലപ്പം ചില ദിവസങ്ങളിൽ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ, ആഡ് ചെയ്യാം. അപ്പോൾ അതെല്ലാം എന്തായാലും പക്ഷെ എന്തായാലും നിങ്ങളും എൻ്റെ കൂടെ തന്നെ ഇത് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ എനിക്കൊരു ഉഷാറുണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യണം. പിന്നെ വെയിറ്റ് ഗെയിൻ ആയിട്ടുണ്ടെങ്കിലും അതും കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ 2-3 ദിവസത്തിനുള്ളിലൊന്നും ആവില്ല, എന്നാലും നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അപ്പോൾ ഇനി എന്തെങ്കിലും നമുക്ക് എന്തെന്നാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പോയി നോക്കാം. അമ്മയുണ്ട് കിച്ചണിൽ, എന്നാ ചെയ്യുന്നത് നോക്കാം. ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇത് പഴം വാങ്ങാൻ മറന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നു. അമ്മയായോ ചായ? എന്നാ കറി? മത്തൻ അല്ല, ചായക്ക് കൂട്ടാനെന്നാ? ചട്നിയാ? സാമ്പാറാക്കിയാ പോരേനോ? അപ്പോൾ ഇതാ നമുക്ക് ഇന്ന് ഇഡ്ഡലിയും ചട്നിയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. ഇഡ്ഡലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്, പക്ഷേ ചട്നിയും കൂടെ അതെനിക്കെന്തോ മടുത്ത് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് മുന്നേ ഒക്കെ ഇഷ്ടമായിരുന്നു, എനിക്ക് അതിലും ഇഷ്ടം ഇഡ്ഡലിയും സാമ്പാറുമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറേ കഴിക്കും. അപ്പം ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പം നമ്മുടെ അമൃതവും പിന്നെ രാവിലെ ഉണ്ടാക്കി കോഴിമുട്ട അയച്ചിട്ടില്ലല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതിൻ്റെ കൂടെ ഒരു കോഴിമുട്ടയും കൂടെ കഴിക്കാമെന്ന്. അങ്ങനെ കൃഷൂന് ഉണ്ടാക്കി വെച്ച അമൃതവും അവന് കൊടുത്തു, അപ്പോൾ എനിക്കും കൂടെ ഉണ്ടാക്കും. അങ്ങനെ അതും അമൃതവും കൂടെ കഴിച്ചു. അത് കഴിഞ്ഞ് ഒരു ഉച്ചയ്ക്ക് അങ്ങനെ നമുക്ക് ചോറിന് മത്തൻ്റെ കറി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് തലേ ദിവസത്തെ മീൻ കറി ഉണ്ടായിരുന്നു, പിന്നെ മീൻ പൊരിച്ചത് ഉണ്ടായിരുന്നു. പിന്നെ അത് പുളിയിഞ്ചിയാണ് കേട്ടോ. പുളിയിഞ്ചി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ കട്ടയായി പോയതാണ്. അപ്പം ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു ഇത് കണ്ടാൽ ഇപ്പോൾ എല്ലാവരും കളിയാക്കുന്നു, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുളിയിഞ്ചി. അമ്മ ഇന്ന് പോയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അമ്മ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇതേപോലെ ഒരു ചോക്ലേറ്റ് എടുത്ത് കഴിച്ചു. ശരിക്കും എനിക്ക് ഞാൻ ഐസ്ക്രീം
കഴിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേങ്കിൽ ഇന്ന് എനിക്കെന്തോ ഒരു തൊണ്ടയ്ക്കൊക്കെ ഒരു വേദന വരുന്നത് പോലെയുണ്ട്. മേ ബി ചിലപ്പോൾ നാളെ എന്തായാലും തൊണ്ടവേദനയും ജലദോഷമൊക്കെ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കൃഷുവിന് കുറച്ച് ദിവസമായി സുഖമില്ല, നല്ല കോൾഡും കഫും ഉണ്ടാവാന്. അപ്പോൾ അത് മാറിയിട്ടില്ലെങ്കിൽ എന്തായാലും നാളെ കൊണ്ടുപോയി കാണിക്കേണ്ടി വരും. അപ്പോൾ അതെന്തായാലും എനിക്കും കിട്ടിയിട്ടുണ്ട് ഇപ്പം. അതുകൊണ്ടാണ് തണുത്തത് കഴിക്കണ്ടെന്ന് വിചാരിച്ചത്. പുറത്ത് നല്ല ഇടിയും മഴയുണ്ട്. അപ്പോൾ ഇന്ന് പുറത്തിറങ്ങി നടത്തവും കാര്യമൊന്നും നടക്കില്ല. നമുക്ക് കൃഷുവിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് സമയം കിടന്നുറങ്ങാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. എന്താ കഴിക്കുന്നേ? എന്നാ കഴിക്കുന്നേ? ഭുജിയാന്ന്. ഭുജിയ കാണിച്ചാട്ടെ. ഏടെ ഭുജിയ കാണിക്ക്. ഭുജിയ കാണിക്കടാ. അതെന്തിന്നാ ഭുജിയ ഇങ്ങനെ കഴിക്കാൻ നോക്കട്ടെ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പറാണ്. എങ്ങനെയുണ്ട് പാപ്പോ? സൂപ്പർ. സൂപ്പർ. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല ഇടിയും മഴയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് ആലു ഭുജിയൊക്കെ എടുത്ത് കഴിക്കാമെന്ന്. നിങ്ങൾ പുറത്തുനിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടാവും. നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് ദിവസമായിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല ഇടിയും മഴയാണ്. നിങ്ങൾ അങ്ങോട്ടേക്കൊക്കെ ഉണ്ടാവാറുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം പോയി ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് വന്നു. എന്നിട്ട് നമ്മൾ വൈകുന്നേരത്തെ ചായക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ കോൺ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അന്ന് കോൺ വാങ്ങി കൊണ്ടുവച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ കോൺ ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുത്തിട്ട് അത് അങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് എന്തൊക്കെയാണ്, ഉള്ളി ചെറുതായിട്ട് മുറിച്ചതും തക്കാളിയും പിന്നെ പച്ചമുളകും പിന്നെ മല്ലിയിലയും അതും കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതും ഇട്ടുകൊടുത്തു. പിന്നെ കുറച്ച് നമുക്കതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറുനാരങ്ങേൻ്റെ കഷ്ണം അതും കൂടെ നല്ലോണം അങ്ങോട്ട് പിഴിഞ്ഞിട്ട് അതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് ശരിക്കും ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ആക്കി കഴിക്കാൻ. ഞാൻ മുന്നേ ഒന്നും ഇങ്ങനെയല്ലായിരുന്നു ആക്കല്. പിന്നെ എനിക്ക് ദേവുവാണ് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നത്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ് ആക്കി കഴിക്കാറ്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ രാത്രി ഇതാ ചോറിന് നമ്മൾ രാവിലത്തെ കറി തന്നെ ഉണ്ടായിരുന്നു. പിന്നെ മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം. അപ്പോൾ അത് പൊരിച്ചതുണ്ടായിരുന്നു. പിന്നെ അതിങ്ങനെ കുറച്ച് മുളകിട്ടിട്ട് വറ്റിച്ചെടുത്തതുപോലെ അതും കഴിച്ചു. അങ്ങനെ രാത്രിയത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം പോയി എൻ്റെ പാല് തിളപ്പിച്ചു. അങ്ങനെ അതിൽ കുറച്ച് ഞാനിപ്പം ഒരു കോംപ്ലെയിൻ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, തീരാറായി. അതാണ് ഇപ്പം ഇടാറ്. എനിക്ക് ഈ ഹോർലിക്സിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഞാനത് അവിടെ വെച്ചപ്പോഴത്തെ ആ ഈ ഒരു ഗ്യാപ്പിൽ അവൻ വന്നിട്ട് അത് ഇളക്കുകയാണ്. അങ്ങനെ പാലൊക്കെ കുടിച്ച് ഞങ്ങളിതാ കിടക്കാൻ വേണ്ടി വന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് കമൻസൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. പുതിയ സബ്സ്ക്രൈബേഴ്സാണെന്ന് പറഞ്ഞിട്ടും പിന്നെ ഈ ചലഞ്ചിൽ നമ്മളെ വെയിറ്റ് ഗെയിൻ ചലഞ്ചിൽ അവരും ഉണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ കുറേ കമൻസ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അത് കണ്ടിട്ട്. കുറേ പേരുള്ളതുകൊണ്ട് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്താണ്, അപ്പോൾ നമ്മുടെ വെയിറ്റ് ഗെയിൻ ജേണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലൊക്കെ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ എന്താ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. പിന്നെ ഞങ്ങളെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. ടാറ്റാ.